എത്രയും സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, അധ്യാപകരെ, എനിക്ക് നിങ്ങൾ വെണ്ണൂർ അമ്മയുടെ മക്കളാണെന്ന് നിങ്ങൾ അഭിമാനിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. അമ്മയുടെ കയ്യിലിരിക്കുന്നത് ആരാണ്? ഉണ്ണീശോ. ആ ഉണ്ണീശോയുടെ നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? ഉണ്ടോ? സ്നേഹമുണ്ടെങ്കിൽ ഈ ദേവാലയം മുഴുവൻ മുടങ്ങി കേൾക്കുന്ന വിധത്തിൽ ആ ഉണ്ണീശോയ്ക്ക്, സക്രാരിയിരിക്കുന്ന ഈശോയ്ക്ക് ഒരു സ്തുതി കൊടുക്കാമോ? ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഇതുപോലെ തന്നെ അധ്യാപകർ, ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കണ്ടിരുന്നു, അധ്യാപകർ വന്നിട്ടുള്ള സ്തുതി പറയും. നിങ്ങൾ ആരും തിരിച്ച് സ്തുതി പറയാറില്ല. അതുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന, നാം സ്നേഹിക്കുന്ന ഉണ്ണീശോയ്ക്ക് നമ്മളെപ്പോഴും സ്തുതി കൊടുക്കാനായിട്ട് മടിക്കേണ്ട കാര്യമില്ല. ഇനി കഴിഞ്ഞ സൺഡേയിൽ ഞാൻ എൻ്റെ മക്കളോട്, 9ാം ക്ലാസ്സിൽ തീർത്ത എൻ്റെ മക്കളോട് ഞാൻ ചോദിച്ചു, മക്കളെ എന്താണ് ഇന്ന് ഇവിടെ പറയേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു, ഈശോയുടെ കാരുണ്യത്തെ കുറിച്ച് പറയാമോ, കരുണയെ കുറിച്ച് പറയാനായിട്ട് പറഞ്ഞു. അതുകൊണ്ട് കരുണയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അതിനു മുമ്പ് നമുക്ക് ഈ ഈശോയുടെ സ്നേഹത്തെ കുറിച്ചും കരുണയെ കുറിച്ചും പറഞ്ഞ 5 വിശുദ്ധരെ പെട്ടെന്ന് നമുക്ക് പരിചയപ്പെട്ടു പോകാം. കൊല്ലങ്ങൾ ഞാൻ പറയും, ഒന്ന് ശ്രദ്ധിക്കണം. ഓരോ നൂറ്റാണ്ടിലെയും വിശുദ്ധരാണ്. അപ്പൊ ഇവിടെ ആദ്യമായിട്ട് പറയുന്നത്, നമ്മുടെയൊക്കെ വീടുകളിൽ തിരുഹൃദയത്തിന്റെ രൂപം ഇല്ലാത്ത, ഫോട്ടോ ഇല്ലാത്ത ഏതെങ്കിലും വീടുണ്ടാവും. ഉണ്ടെങ്കിൽ കൈപോകാം. തിരുഹൃദയത്തിന്റെ രൂപം അല്ലെങ്കിൽ പടമൊക്കെ കാണിച്ചു തരും. ആരുടെയെങ്കിലും വീട്ടിലെ തിരുഹൃദയത്തിന്റെ രൂപം അല്ലെങ്കിൽ പടം, ചിത്രം ഇല്ലാത്തതുണ്ടാവും? ആരുടെയെങ്കിലും? എല്ലാവരുടെ വീട്ടിലുണ്ടോ? ആരും തന്നെ കൈപ്പൊക്കിയിട്ടില്ല. അതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും തിരുഹൃദയത്തിന്റെ രൂപമുണ്ട്. അപ്പൊ തിരുഹൃദയത്തിന്റെ ഭക്തി നമുക്ക് പകർന്നു തന്ന വിശുദ്ധയാണ് വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കൂട്ട് എന്ന് പറയുന്ന വിശുദ്ധ ഒരു സിസ്റ്ററായിരുന്നു. പിന്നീട് തിരുഹൃദയ ഭക്തി ലോകം മുഴുവനിലും പ്രചരിപ്പിച്ചു. ഇപ്പൊ നമ്മളുടെ എല്ലാ കുടുംബങ്ങളിലും ഈ തിരുഹൃദയത്തിന്റെ രൂപം നമ്മൾ പ്രാർത്ഥിക്കുന്നു, വണങ്ങുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. ആ സിസ്റ്റർ ജീവിച്ച് മരിച്ച വർഷം 1647 തുടങ്ങി ജനിച്ചു, 1690 മരിച്ചു. പിന്നീട് തിരുഹൃദയ ഭക്തി ഈ ലോകം മുഴുവനും എത്തിക്കാനായിട്ട് ആ വിശുദ്ധിയോടെ ഈശോ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ആ സിസ്റ്റർ ഇത് നിർവഹിച്ചത്. പിന്നീട് വന്ന മാപ്പാപ്പന്മാർ അത് ഏറ്റെടുത്തു, അത് ലോകം മുഴുവനിലും എത്തിക്കാനായിട്ട് ഇടയായി. അതിനുശേഷം ആ കാലഘട്ടത്തിലെ ഈ വിശുദ്ധ ജനിച്ചത് ഫ്രാൻസിലായിരുന്നു. ഫ്രാൻസിലെ ജാൻസനിസം എന്നൊരു പാഷണ്ഡത കളിയാടിക്കൊണ്ടിരുന്നു, ഈ ഭക്തിയൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ ആ ഭക്തിയെ നിരാകരിച്ചുകൊണ്ട്, ആ പാഷണ്ഡതയെ ഒഴിവാക്കിക്കൊണ്ട് പിന്നീട് വന്ന ഒരു വേദപാരംഗതനും ദൈവശാസ്ത്രജ്ഞനുമായിരുന്നു വിശുദ്ധ അൽഫോൺസ് ഗ്രിഗോരി. അദ്ദേഹം 1696 മുതൽ 1787 വരെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ച വിശുദ്ധനാണ്. അദ്ദേഹം ഒരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ഈ തിരുഹൃദയ ഭക്തിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആ വിശുദ്ധനും സാധിച്ചു. പിന്നീട് 1773 മുതൽ 1897 വരെ 24 വർഷം മാത്രം ഭൂമിയിൽ ജീവിച്ച് മിഷണറിമാരുടെ മധ്യസ്ഥയായും ദൈവശാസ്ത്രജ്ഞനായ വേദപാരമ്പര്യമായും ഒക്കെ വളർന്ന വിശുദ്ധിയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. കൊച്ചു ത്രേസ്യ നേരത്തെ അറിയാത്തവരെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അവരുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത് ചെറിയ ചെറിയ പ്രവൃത്തികളിലൂടെ ഏറ്റവും വലിയ സ്വർഗം തന്നെ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുമെന്ന് ഈ കൊച്ചു വിശുദ്ധ 24 വയസ്സ് മാത്രം ജീവിച്ച വിശുദ്ധ നമുക്ക് പറഞ്ഞു തന്നു. ഇനി ഇത് ഈ ദൈവസ്നേഹത്തെ കുറിച്ചാണ് കൊച്ചുരസപ്പിനാണ് നമുക്ക് പറഞ്ഞു തന്നത്. പിന്നീട് 1905 മുതൽ 1938 വരെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ച വിശുദ്ധിയാണ് വിശുദ്ധ ഫൗസ്റ്റീന. ഫൗസ്റ്റീന പുണ്യവതി ആകെ 33 വർഷമാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. ആ വിശുദ്ധയുടെ ഒരു സിസ്റ്ററായിട്ടാണ് ജീവിച്ചത്. ആ കാലഘട്ടത്തിൽ ഈശോ കൊടുത്ത വെളിപാടനുസരിച്ചാണ് ദൈവം കരുണയുടെ രൂപം നിങ്ങളുടെ ഭവനങ്ങളിൽ പ്രതിഷ്ഠിക്കണമെന്നും ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും
സിസ്റ്റർക്ക് ഇത് ലോകം മുഴുവനിലും എത്തിക്കാനായിട്ട് സാധിക്കില്ല. ഈ വിശുദ്ധ ജനിച്ചത് ഫൗസ്റ്റീന ജനിച്ചത് പോളണ്ടിലായിരുന്നു. ഈ പോളണ്ടിൽ ജനിച്ച് വളർന്ന് ഈ സിസ്റ്ററിന് കിട്ടിയ ഈ ചൈതന്യം ലോകത്തെ അറിയിക്കാനായിട്ട് ഒരു വഴിയില്ല. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ദൈവം തന്നെ ഇടപെട്ടുകൊണ്ട് കരം കൊയ്ത്തീവ എന്ന് പറയുന്ന കരിക്കൽ കോറിയിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ആ വ്യക്തിയെ ദൈവം പ്രത്യേകമാവിധം തെരഞ്ഞെടുത്ത് ഉയർത്തി. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായിട്ട് ഉയർത്തി. നിങ്ങൾ ഓർക്കണം, ഫൗസ്റ്റീന ജീവിച്ച് മരിച്ച ആ നാട്ടിൽ തന്നെ ജീവിച്ച വ്യക്തിയായിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ഈശോയുടെ കരുണയെ കുറിച്ച് ലോകം മുഴുവൻ പറയാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിത്വമായിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അദ്ദേഹം 1978 മാർപ്പാപ്പയായിട്ട് സ്ഥാനാരോഹണം ചെയ്തു. 27 വർഷമാണ് അദ്ദേഹം നമ്മുടെ കത്തോലിക്ക സഭയെ, തിരുസഭയെ നയിച്ചുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിലാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫൗസ്റ്റീനയെ വാഴ്ത്തപ്പെട്ട വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തുന്നതും പിന്നീട് ഞാൻ പിടിച്ചിട്ടുള്ള ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കൂടിയാണ് ഞാൻ പിടിച്ചത്. വിശുദ്ധ ഫൗസ്റ്റീനയാണ് ഈ ദൈവകരുണയുടെ ഈ പടം ലോകം മുഴുവനും എത്തിക്കാനായിട്ട് പറഞ്ഞത്. അപ്പൊ മാർപ്പാപ്പയിലൂടെ ഈ ദൈവകരുണയുടെ ഈ ചിത്രം ലോകം മുഴുവനും എത്തിക്കാനായിട്ട് മാർപ്പാപ്പയിലൂടെ സാധിച്ചു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിലൂടെ അദ്ദേഹം പറഞ്ഞു, ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച, നമ്മൾ പുതുഞായർ എന്ന് പറയും, ഈ ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായിട്ട് തിരുസഭ മുഴുവൻ ആഘോഷിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെയാണ് ദൈവകരുണയുടെ തിരുനാൾ. നമുക്ക് ദൈവകരുണ അല്ലെങ്കിൽ ദൈവസ്നേഹം ഇതെല്ലാം നമുക്കും വേണോ? വേണം. മറുപടി പറയും, വേണം. വേണമെങ്കിൽ എന്ത് വേണം? ഈ ദൈവസ്നേഹവും ദൈവകരുണയും വിശുദ്ധർക്ക് മാത്രം ഉണ്ടായാൽ പോരാ, ഈ ചിത്രങ്ങൾ കണ്ട് വണങ്ങിയാൽ മാത്രം പോരാ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കിട്ടുവാനുള്ള 2 വഴികളാണ് വിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരവും. കഴിഞ്ഞ സൺഡേയിൽ നമ്മുടെ വല്യച്ഛൻ ഭയങ്കര വിഷമിച്ച് പറഞ്ഞു, കുർബാന സ്വീകരണ സമയത്ത് പലരും കുമ്പസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും ഇരിക്കുന്നത് കണ്ടപ്പോൾ വിഷമിച്ചിട്ടാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ ദൈവസ്നേഹവും ദൈവകരുണയും ലഭിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് കുമ്പസാരം, കുർബാന സ്വീകരണം. അപ്പോൾ അടുത്ത സൺഡേ നമുക്ക് ഈ ഇടവകയുടെ പ്രത്യേകത 2 കുർബാനയുണ്ട്. പല പള്ളികളിലും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ദേവാലയത്തിൽ 2 കുർബാനയുടെ സമയത്തും പുറകില് അച്ഛന്മാർ 2 പേരും കുമ്പസാരിക്കാൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എപ്പോ വന്നാലും നിങ്ങൾക്ക് അതല്ലാതെ ഏതെങ്കിലും ഒരു സമയം കുമ്പസാരിക്കണം അച്ഛന്മാരോട് ചോദിച്ചാൽ അവർ സമ്മതിക്കാതിരിക്കില്ല. ഒരിക്കലും ഞാൻ കുമ്പസാരിപ്പിക്കില്ല എന്ന് പറയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കുർബാനയുടെ പൂർത്തീകരണം കുർബാന സ്വീകരണത്തിലൂടെയാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് അണയുമ്പോൾ നിങ്ങൾ കുർബാന സ്വീകരിച്ചിരിക്കണം. അതിനായിട്ട് നമ്മൾ ഒരുങ്ങണം. ഇനി നമുക്ക് ഒരു നിമിഷം ഈ ലോകത്തിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കടന്നു പോകാം. ഈ ലോകത്തിലെ 15 വയസ്സുകാരി പ്രസവിക്കുന്നു, 10 വയസ്സുകാരൻ കെട്ടിത്തൂങ്ങി ചാവുന്നു, 9ാം ക്ലാസ്സുകാരൻ ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴി പുഴയിൽ ചാടി ചാവുന്നു, ഫോണിന്റെ അഡിക്ഷനായിട്ട് കുട്ടികൾ മാറുന്നു, മയക്കുമരുന്നിന്റെ പിടിയിൽപ്പെട്ട് സ്വഭാവം തന്നെ വ്യത്യസ്തമാകുന്നു. ഈ ഒരു ജീവിത രീതിയിലൂടെയാണ് ഇന്നത്തെ കുട്ടികളായ നമ്മളും നമ്മുടെ കൂട്ടുകാരുമൊക്കെ കടന്നു പോകുന്നത്. അപ്പൊ ഇതിനെല്ലാം നമുക്ക് വഴി മാറി തരണമെങ്കിൽ നമ്മൾ കുമ്പസാരം, കുർബാന ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പൈശാചിക ശക്തിയിൽ നിന്നും വിടുതൽ ലഭിച്ചുകൊണ്ട് ദൈവിക കരുണയിലേക്ക്, ദൈവിക സ്നേഹത്തിലേക്ക് വളരാനായിട്ട് സാധിക്കുമ്പോൾ ഈ തിന്മയിൽ നിന്നെല്ലാം നമുക്ക് വിടുതൽ പ്രാപിക്കുന്നതിനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് പറയുന്നത്, ഒരു സ്നേഹം എന്നത് ഒരു മരമാണ്. മരത്തിന്റെ
ദൈവകരുണ എന്ന്, അല്ലെങ്കിൽ കൃപ, അല്ലെങ്കിൽ കരുണ, അല്ലെങ്കിൽ ദയ എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ഈ ദൈവസ്നേഹവും ദൈവകരുണയും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലും ജീവിതത്തിലും പ്രവൃത്തികളിലുമെല്ലാം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി എനിക്ക് രണ്ട് ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരം ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും പറയാം. ഈ ചോദ്യമായിട്ട് ഞാൻ ചോദിച്ചിട്ട് വിഷമിക്കേണ്ട. ധൈര്യപൂർവ്വം കടന്നു വന്നുകൊണ്ട് ഒരാൺകുട്ടിക്കും പെൺകുട്ടിക്കും ഉത്തരം പറയാം. 5ാം ക്ലാസ് തുടങ്ങിയിട്ട് SSC വരെയുള്ള കുട്ടികൾക്കാണ് ഇവിടെ വന്നെന്ന് പറയാനായിട്ട്, കുറച്ച് കുട്ടികൾക്ക് പറയാനായിട്ട് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരാശയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓടി വന്ന് ഇവിടെ നിന്ന് പറയാം. പേടിക്കണ്ട, സിസ്റ്റമൊന്നും ചെയ്യില്ല, പുറകിലിരിക്കുന്ന അധ്യാപകരൊന്നും ചെയ്യില്ല, ഒന്നും പറയില്ല. പെട്ടെന്ന് വരാം, ആരും വരില്ല. ആരെങ്കിലും എന്നിട്ട് പറയാം. അങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഇടവഴിയത്തെ കുട്ടികൾ ഞാൻ പറയില്ല, പറയണം. ഈ സിസ്റ്റ് പറയണം. ഏതെങ്കിലും ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് വന്നിട്ട് പറയാം. നമ്മുടെ സമയം പോകും. അതുകൊണ്ട് ജസ്റ്റ് ഓടി വന്നിട്ട് പറയാം. വന്നിട്ട് പറഞ്ഞേ. എന്ത് സന്ദേശമാണ് എനിക്ക് കിട്ടിയത്? ഞാൻ ഇവിടെ നിന്നിട്ട് 10 മിനിറ്റ് പറയുന്നതിനേക്കാൾ നിങ്ങളിലേക്ക് എത്തുന്നത് ഈ മകന്റെ വാക്കുകളായിരിക്കും. കരുണയുടെ ദൈവത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയാണ് 4 വിഷയത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. പിന്നെ സമൂഹത്തിലെ വിദ്യാർത്ഥികളുടെ ഒരു പോക്ക് എവിടെയാണ്? ഞാൻ ഈ പറഞ്ഞേക്കാൾ നിങ്ങൾക്കൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ടാവുക ഈ 2 കുട്ടികള്. വീട്ടുകാർ ഓന്റെ പേര് പറഞ്ഞില്ല, പേര് പറഞ്ഞില്ല. ദൈവകരുണയുടെ ചിത്രത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഈ ചിത്രം കൊടുത്തത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇവിടെ നടന്നു വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും പെടാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. എന്നോട് സഹകരിച്ച എല്ലാ മക്കൾക്കും നന്ദി. അധ്യാപകർക്കും പ്രത്യേകിച്ച്